വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും നാളെയും ചാലിയാറിൽ തെരച്ചിൽ നടത്തും. 5 ഇടങ്ങളിലായിട്ടാണ് തെരച്ചിലുണ്ടാവുക. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുക. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനം വകുപ്പ് ഉൾപ്പെടെ 60 അംഗ സംഘമായിരിക്കും തെരച്ചിലിന് നേതൃത്വം നൽകുക. പാണൻകായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘമായിരിക്കും തെരച്ചിൽ നടത്തുക. പാണൻകായ മുതൽ പൂക്കോട്ട് മന വരെ, ഒപ്പം പൂക്കോട്ട് മന മുതൽ ചാലിയാർ മുക്ക് വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘം തെരച്ചിൽ നടത്തും. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മണ്ണിലേക്ക് ഉറ്റവരെ തേടി ഷഹാനയും ഫസലും എത്തിയത് കണ്ടുനിന്നവരെ ആകെ കണ്ണീരിലാഴ്ത്തി. ഈ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നും പാവങ്ങൾ എന്തിനാണ് ഉരുൾ എടുത്തതെന്നും ചോദിച്ച് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഷഹാന. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് 13 ദിവസം കഴിയുമ്പോഴും ദൈന്യം നിറയുന്ന കാഴ്ചകൾക്ക് ഇപ്പോഴും പഞ്ഞമില്ല ഇവിടെ. എനിക്ക് പിന്നിൽ കാണുന്നത് ഗീത എന്നൊരു വീട്ടമ്മയാണ്. അവരുടെ സഹോദരൻ, ചേട്ടൻ, ആ കുടുംബത്തിലെ 3 പേർ ആ വീട് പോലും ശേഷിക്കാതെ മുഴുവനായി അടിയിലായിപ്പോയി. അതിലൊരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോഴും 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് വിതുമ്പിക്കൊണ്ട് അവർ ആ കാഴ്ചകൾ കാണുകയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് എത്തിയപ്പോൾ വിതുമ്പുക മാത്രമാണ്, ഒന്നും പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത്രയും ദൈന്യം നിറയുന്ന കാഴ്ചകളാണ്. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, പുതച്ചിരുന്ന പുതപ്പ്, കമ്പിളിപ്പുതപ്പ്, അതൊക്കെ കയ്യിൽ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ കരഞ്ഞുകൊണ്ട് ഗീത ഞങ്ങളോട് പങ്കുവച്ചത്. അല്പമങ്ങ് മാറുമ്പോൾ അതിനേക്കാൾ ദൈന്യം നിറയുന്ന മറ്റ് കാഴ്ചകളുമുണ്ട് ഈ പരിസരത്ത്. 6ഓളം വീടുകൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്ഥലം, വലിയ 2 നില വീടുകൾ. ഒരിക്കൽ പോലും ഇങ്ങനെയൊരു പ്രകൃതി ദുരന്തത്തിൽ ഈ ഭാഗത്ത് നാശനഷ്ടം ഉണ്ടാകുമെന്ന് സങ്കല്പത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നതല്ല. അങ്ങനെ ഒരു സ്ഥലത്തെയാണ് ഈ ഒരു വലിയ മഹാദുരന്തം തകർത്തെറിഞ്ഞു കളഞ്ഞത്. ഇങ്ങനെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അത്രയും മനോഹരമായ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം അടിവാരം വരെ തോണ്ടിപ്പോയിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. 6 വീടുകൾ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ശേഷിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ്. തൊട്ട് സമീപത്തായി ഒരു വീടിൻ്റെ മുകളിൽ ഉണങ്ങാനായി വിരിച്ചിട്ട ബെഡ്ഷീറ്റുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനി അത് എടുത്തു മാറ്റാൻ അവിടെ ആരുമില്ല. ഇങ്ങനെ ഒരുപാട് വേദനപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് മുണ്ടക്കൈ മേഖലയിൽ മാത്രം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഉരുൾ കവർന്നത്. 2 പേരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 3 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഒരുപാട് പ്രതീക്ഷയോടെ, വളരെ സ്നേഹത്തോടെ, അയൽവാസികൾ തമ്മിൽ വളരെ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടം ഈ നാടിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറുന്നതും. എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിൽ ഒരു ഉമ്മയും ഉപ്പയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. അവരെ ഈ ഉരുൾപൊട്ടുന്ന കാര്യമറിഞ്ഞ് വളരെ സാഹസികമായി ഈ വീട്ടിൽ നിന്ന് ഉടൻ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യമായി ഈ ദുരന്തമുണ്ടായതിനു ശേഷം വീട്ടിലേക്ക് എത്തിയ ഈ കുടുംബത്തിലെ മകൾ, അവളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. വിതുമ്പിക്കൊണ്ടാണ് ഇവിടേക്ക് അലറിക്കറിഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. അവരാരും നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലുമല്ല. ആ മാതാപിതാക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെ എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന കാര്യത്തിൽ ആ കുടുംബാംഗങ്ങൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രം 35 പേരെയാണ് ഉരുൾ കവർന്നുകൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളൊക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഈ വീട്ടിനകത്തേക്ക് കുടുംബാംഗങ്ങൾ കാണുന്നതാണ് ഈ കുടുംബത്തിലെ മകൾ. അവൾ ഒരാഴ്ച മുമ്പ്, ഈ ദുരന്തമുണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് പോയതാണ്. കോഴിക്കോട്ടേക്ക് വിവാഹം കഴിച്ച് പോയതാണ്. അതിനുശേഷം തിരികെ ആദ്യമായി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുൻപിലെ കാഴ്ചകൾ ഇതാണ്. അത് ഉൾക്കൊള്ളാൻ ആയിട്ടില്ല അവൾക്ക്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉള്ളിലൊതുക്കി വിതുമ്പിക്കൊണ്ട് ആദ്യമായി ഈ സ്ഥലത്തെത്തി ഈ ദുരന്തമുണ്ടായ മേഖലകൾ നേരിൽ കാണാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായി